നമസ്കാരം. കുറച്ച് നാളിന് ശേഷം ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. രണ്ട് കാര്യങ്ങൾ പറയാനാണ് ഞാൻ പ്രധാനമായിട്ടും വന്നത്. അതിൽ ആദ്യത്തെ കാര്യം മറ്റൊന്നുമല്ല, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണല്ലോ ഹണി റോസിനെ അപമാനിച്ച ബോബി ചെമ്മണ്ണൂരിൻ്റെ വിഷയം. ഈ ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന കക്ഷിയെ കാണുന്ന കാഴ്ചയിൽ ചെബുക്കല്ലൊന്ന് അടിച്ചു പൊട്ടിക്കണം എന്ന് തോന്നിയിട്ടുള്ള രീതിയിലുള്ള പ്രവൃത്തികളാണ് എല്ലാ രീതിയിലും അയാൾ പ്രവർത്തിച്ചിട്ടുള്ളത്, കാണിച്ചിട്ടുള്ളത്. നമ്മൾ കേരളത്തിൽ ഒരുപാട് ബിസിനസ്സുകാരെ കണ്ടിട്ടുണ്ട്. പക്ഷേ ബിസിനസ്സുകാരിൽ ഏതൊക്കെ രീതിയിൽ ജനത്തെ പറ്റിച്ച് തൻ്റെ കാര്യം നേടിയെടുക്കാമെന്ന് കരുതി അതിലേറ്റവും പ്രധാനപ്പെട്ട തട്ടിപ്പായിട്ട് ഒരുപക്ഷെ മലയാളികൾ മുഴുവൻ പോയി വീണുകൊണ്ടിരുന്ന ചാരിറ്റി തട്ടിപ്പ് എന്ന് പറയുന്ന ഏറ്റവും വലിയ തട്ടിപ്പ്. മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് ധാരാളം പേരെ പറ്റിക്കാനുള്ള തന്ത്രം വളരെ മനോഹരമായി നടപ്പിലാക്കാൻ ശ്രമിച്ച ഒരുവനാണ് ഈ ബോബി ചെമ്മണ്ണൂർ. ഇപ്പോൾ നിങ്ങൾ ചോദിക്കും, ഈ ഹണി റോസിനെ അപമാനിച്ച വിഷയത്തിൽ ഞാൻ ഇപ്പോഴാണോ ഒന്ന് മറുപടി പറഞ്ഞതെന്ന് വെച്ചാൽ, ഞാൻ മുമ്പ് ബിഗ് ബോസ് കഴിഞ്ഞ സമയത്ത് ഏഷ്യാനെറ്റിൻ്റെ ഒരു ഷൂട്ടിൻ്റെ ഭാഗമായിട്ട് ഈ ബോബി ചെമ്മണ്ണൂരിൻ്റെ ഇവിടെ ഞാറയ്ക്കലുള്ള ഒരു ഷാപ്പുണ്ട്. അവിടെ ഇയാൾ തുണിയടിച്ച് ചാടി കുറേ ബഹളങ്ങളൊക്കെ ഉണ്ടാക്കി ഒരു വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ആ ഷാപ്പിൽ ഒരു ഷൂട്ടിന് പോവുകയും അവിടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന എൻ്റെ വീഡിയോ എടുത്ത സമയത്ത് ഞാൻ ആ വീഡിയോ ഓഫ് ചെയ്യാനും ഇനി എടുത്തു കഴിഞ്ഞാൽ ആ മൊബൈൽ എടുത്ത് ഞാൻ ദൂരെ കളയുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാനവിടെ ചൂടാവുകയും, ഇയാളെ ഇതുപോലെ ഒരു കോമാളിയുടെ ഒരു പ്രസ്ഥാനത്തിൽ എനിക്കൊരു രീതിയിലും പ്രൊമോട്ട് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ സംസാരിക്കുകയും ഒക്കെ ചെയ്തൊരു സംഭവം ഇതിന് മുൻപ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഏഷ്യാനെറ്റിൽ നിന്ന് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് നമ്മുടെ സ്പോൺസേഴ്സ് ആണെന്ന് പറഞ്ഞ സമയത്ത് ഇത് നമ്മുടെ സ്പോൺസേഴ്സ് അല്ല, നിങ്ങളുടെ സ്പോൺസേഴ്സ് എന്ന് പറഞ്ഞ് സംസാരിച്ചാൽ മതി എന്ന് തന്നെ എൻ്റെ നിലപാട് ഞാൻ അന്നേ വ്യക്തമാക്കിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് കേവലം ഒരു ഹണി റോസിനെ ആക്ഷേപിച്ചു എന്നുള്ളത് മാത്രമല്ല, പൊതുവെ സ്ത്രീകളെ വെറും പരിഹാസ രൂപേണ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കോമാളിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അടിയായിട്ട് തന്നെയാണ് ഞാനിപ്പോൾ പോലീസ് എടുത്തേക്കുന്ന ഈ തീരുമാനത്തെ കാണുന്നത്. അതുകൊണ്ട് പ്രത്യേക അഭിനന്ദനങ്ങൾ കേരള പോലീസിനും, അല്ലെങ്കിൽ ഇത്തരം ആക്ഷേപങ്ങൾ സഹിക്കേണ്ട എന്ന് തീരുമാനിച്ച ഹണി റോസിനും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ അർപ്പിക്കുകയാണ്. ഇനി ഞാൻ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞാൻ ആക്ച്വലി ഈ ഒരു കാര്യം പറയാനാണ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ സത്യത്തിൽ തീരുമാനിച്ചത്. ഇപ്പം നിങ്ങളെല്ലാവരെയും വിളിക്കുന്ന സമയത്ത് സൈബർ തട്ടിപ്പുകളെക്കുറിച്ച് നിങ്ങളിങ്ങനെ കേൾക്കുന്നുണ്ട്. അതായത് നമ്മളൊരാളെ വിളിക്കുമ്പോൾ സൈബർ തട്ടിപ്പുകൾ നടക്കുന്നപ്പോൾ എന്താണ് സൈബർ തട്ടിപ്പ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ പോകരുത്. ഇന്ന് ഞാനൊന്നൊരു കാര്യം ഞാൻ പഠിക്കാൻ ശ്രമിച്ചു. എനിക്കിന്നൊരു മെസ്സേജ് വാട്സപ്പിൽ വന്നു, വീട്ടിലിരുന്നു കൊണ്ട് പണം സമ്പാദിക്കാം എന്ന് കരുതിയിട്ടാണ് ഈ മെസ്സേജ് വന്നത്. അപ്പം ഞാൻ തിരിച്ച് റിപ്ലൈ ഇട്ടു, എത്ര രൂപ ഒരു ദിവസം സമ്പാദിക്കാൻ പറ്റും? അപ്പോൾ 2500 മുതൽ 3500 രൂപ വരെ ഒരു ദിവസം നിങ്ങൾക്ക് സമ്പാദിക്കാൻ പറ്റും എന്ന് എനിക്ക് തിരിച്ച് റിപ്ലൈ വന്നു. അപ്പം ഞാൻ കരുതി തട്ടിപ്പാണെന്നുണ്ടെങ്കിലും ഞാൻ ആരാണെന്നങ്ങ് പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാനിത് കണക്ക് മലയാള സിനിമയിലെ ഒരു ആക്ടറാണ്, ബിഗ് ബോസിലെ വിന്നറാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് 2500 3000 എന്ന് പറയുന്നത് എനിക്കൊരു ചെറിയ എമൗണ്ടാണ്. എനിക്കെൻ്റെ സമയം കളയാനില്ല, അതുകൊണ്ട് ഞാൻ താല്പര്യമില്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അവർ വീണ്ടും, കുഴപ്പമില്ല സാറ് ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ സാറിന് വെറുതെ കിട്ടുന്ന പൈസയല്ലേ, അത് നല്ലതല്ലേ എന്ന് കരുതി. എന്തായിരിക്കും ഇതിൻ്റെ ഉദ്ദേശമെന്നറിയാൻ വേണ്ടിയിട്ട് ഞാനിതിൽ